സ്നേഹമുണ്ടാകണം. ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം. എന്ത് മനുഷ്യനായാലും, എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കാലാന്തരത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു ദൈവ മനസ്സുണ്ടാകണം. ഞാൻ ദൈവ മനസ്സുണ്ടെന്ന് പറയുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിക്ക് ആനുപാതികമായുള്ള ദൈവസ്നേഹത്തിന്റെ ഒരു മനസ്സൊരുക്കത്തിനായി അമ്മ മനസ്സോടെ ഞാൻ ആരാധനയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നെ കാലത്തിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ വീടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. ഞാൻ കണ്ടുമുട്ടുന്നവരിലെ ഏറ്റുമുട്ടാൻ ഇടവരുന്നവരിൽ പോലും കർത്താവിന്റെ കൃപ നിറയട്ടെ. സ്വർഗത്തിന്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റട്ടെ. ചൈതന്യമായി കത്തി ജ്വലിക്കുവാൻ എന്നെ അഭിഷേകമാക്കണമേ. ശ്രുതിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കണം. ചിലപ്പോൾ മക്കള്, ഇപ്പൊ ഭർത്താവൊക്കെ ചില പറയും, ഭർത്താവ് ഇപ്പൊ നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത്. ചേച്ചി വിഷമിക്കേണ്ട, അത് ഞാൻ പ്രാർത്ഥിക്കാം. അവർക്ക് വിശ്വാസം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയേക്കാൾ വലിയ ബാധ്യത ദൈവമായിട്ടാണ്. അപ്പം ദൈവത്തോട് പറയണം, ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം. അവളുടെ ഭർത്താവിനെ തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷനറി ആയിട്ട് മാറണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ നിന്റെ മിഷനറി ആക്കണമേ. നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ ശക്തിയുടെ, നിന്റെ സൗഖ്യത്തിന്റെ പ്രേക്ഷിതനായി എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ മകൻ അമേരിക്കയിൽ PR കിട്ടാതെ വിഷമിക്കുകയാണ്. അപ്പം മമ്മിയോട് പറയും, മമ്മി ഉടമ്പടി എടുത്തിട്ട് മമ്മി നന്നായിട്ട് സീഡില്ലേ, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരേണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകനെ, ഞാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയും. പക്ഷെ നീ കേൾക്കണ വാർത്ത എന്താണ്? നിൻ്റെ ബന്ധുവിന് സ്റ്റേറ്റിൽ PR കിട്ടിയെന്നാകും. അപ്പോൾ നിങ്ങളുടെ മോന്ത എങ്ങനെ ഉണ്ടാകും? പട്ടി മുള്ളിയ പോലെ ഇരിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം ദൈവസ്നേഹമില്ലാതെ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. അത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നുവെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് തരേണ്ട അനുഗ്രഹം, അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർ കിട്ടിയെന്നറിയുമ്പോഴേ, അത് നീയാണ് കൊടുത്തതെന്നറിയുമ്പോഴേ എന്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറക്കാൻ മാത്രം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത് ഉടമ്പടിക്കൊരുക്കമുള്ളവരായി എന്നെ ഉയർത്തണമേ. നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒത്തിരി ടെസ്റ്റ് നടത്തി, ഒത്തിരി ഇൻ്റർവ്യൂ നടത്തി, ഒത്തിരി പരീക്ഷ നടത്തി, ഒത്തിരി പെണ്ണ് കണ്ട്, ഒത്തിരി ചെറുക്കനെ കണ്ട്, ഒത്തിരി ലോൺ വേണ്ടി വെച്ച് റിജക്റ്റ് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി, നമ്മൾ ചെള്ളു കണക്കെ തള്ളപ്പെട്ടവരായി, ദൈവത്തിന് പോലും വേണ്ടാത്തവരായി നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശപിച്ച് ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയുന്ന സമയമാണിത്.
അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അൾത്താറയിൽ 10,000 സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഇടത്തു നിന്നുകൊണ്ട് യാക്കോബിൻ്റെ കോവേണി ചാരി വെച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നും വിധം 10,000 ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ, കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ മധ്യസ്ഥയായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ശ്രുതികട്ടെ. ദുരിതങ്ങള് എല്ലാ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മഹത്വം മഹത്വം സദയം തുടരെ സുഖമായിട എൻ്റെ എല്ലാവരും സദയം തുടരെ സുഖമായിട എൻ്റെ ഉള്ളം. വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, സ്വന്തം നാട്ടിലെ ജപ്തി നടപടിക്കും ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ, ഏജൻസികൾ എല്ലാം നഷ്ടത്തിൽ വന്ന് വലിയ കട വന്ന് പോയ ആൾക്കാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്തൃ തിരുസന്നിധിയിൽ നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്, കാണാതെ പോയവരുണ്ട്, മക്കൾ കാണാതെ പോയവരുണ്ട്, വസ്തുവകൾ കാണാതെ പോയവരുണ്ട്, ആധാരവും പ്രമാണവും കാണാതെ പോയവരുണ്ട്, ജീവിതം അതുകൊണ്ട് വഴിമുട്ടിപ്പോയവരുണ്ട്, മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ബന്ധം വിട്ടുപോയവരുണ്ട്. എൻ്റെ ഭാരങ്ങളുള്ള വ്യക്തിയാണ് നീയെങ്കിൽ കർത്താവിൻ്റെ കരം, ആണിപ്രധാന കരം, തിരസ്കരിക്കപ്പെട്ട കരം, ഉപേക്ഷിക്കപ്പെട്ട കരം, മുത്തിക്കൊണ്ടു ഒറ്റിക്കൊടുക്കപ്പെട്ട കരം, തള്ളിപ്പറയപ്പെട്ട കരം, കർത്താവിൻ്റെ കരം, ഇതാ ഉയർത്തെഴുന്നേറ്റ കരം നിന്നെ സ്പർശിക്കുന്നു. ശ്രുതികട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയ തടസ്സങ്ങളും ദോഷങ്ങളും രോഗങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഭക്തിയോടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കൃപാവര പ്രവൃത്തികൾ ചെയ്ത് അവിടുത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി പറയുന്ന, എല്ലാ ശനിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലെ പറയും. ഒക്ടോബർ 28 നമ്മുടെ അഖണ്ഡ ജപമാല മഹാറാലി. റാലിക്ക് പങ്കെടുക്കുന്നവരെ 5:30 മണിക്ക് ഇവിടുന്ന് റാലി ആരംഭിക്കും അർത്തങ്കിലേക്ക്. പക്ഷെ നിങ്ങൾ വരുന്നവർ വരുന്ന ഇടങ്ങളിൽ ചേർന്നാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം 10 മണിയാകുമ്പോൾ ഇവിടുന്ന് ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് താമസിച്ച് പോകുമെന്നും പറഞ്ഞ് ഓടിപ്പടഞ്ഞ് ഡ്രൈവറിനെ പ്രാന്തി പിടിപ്പിക്കരുത്. വണ്ടിയുടെ അകത്തിരുന്നുകൊണ്ട് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വണ്ടിയുടെ തിരുന്നുകൊണ്ട് ഇവിടെ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ അപ്പം തന്നെ ജപമാല തുടങ്ങിയാൽ മതി. വണ്ടിയുടെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5:30 ആണ് ഇറങ്ങണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5:30 തന്നെ ജപമാല വീട്ടിൽ നിന്ന് തുടങ്ങിയേക്കണം വണ്ടിയുടെ അകത്ത്. ഉടമ്പടി എടുത്തുകൊണ്ട് പോയ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പ്രധാനപ്പെട്ട നിയോഗങ്ങളൊന്ന്. രണ്ടാമത്തത്, ലോകത്തിൽ ധാരണകളുണ്ടാകണം. പുതിയ കാലത്ത് ധാരണകൾ ഉണ്ടാക്കേണ്ടവർ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാലമാണിത്. നിങ്ങൾ കുടിക്കാനുള്ള വെള്ളവും ലഘുഭക്ഷണവും കൂടെ കരുതുന്നത് നല്ലതാണ്. ഇവിടെ വഴിനീളെ ആവശ്യത്തിന് കരുതിയിട്ടുണ്ടാകും. പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളിയുടെ 2 വശത്തും ഉണ്ടാകും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് നിറഞ്ഞു വരരുത്. കഴിഞ്ഞ കൊല്ലം പോലീസ് റിമാർക്ക് ചെയ്തൊരു പ്രശ്നമാണിത്. 2 ലൈനോ 3 ലൈനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇടതുവശം ചേർന്ന് ആ ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോകണം. അല്ലാതെ കൂടി എല്ലാവരും കൂടി മുമ്പിൽ കയറാൻ വേണ്ടി വന്ന് നമ്മുടെ ഒരു തരം റാലി വിട്ടു പോയിട്ട് എന്താണ് ഭ്രാന്ത് പിടിച്ച ജനമെല്ലാം കൂടി ആരണ്ട് തല്ലാൻ പോണ പോലെ തോന്നും ചില ആൾക്കാർ റാലിക്ക് പങ്കെടുക്കണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അവരാണ് ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കണം. പ്രാർത്ഥനയുള്ളവർ കൃത്യമായിട്ട് പ്രാർത്ഥന ചൈതന്യം സൂക്ഷിച്ച് റാലിയിൽ പങ്കെടുക്കാൻ സൂക്ഷിക്കുക. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും അവസരമുണ്ടായിരിക്കും. വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നതാണ്. അടിയന്തര ആവശ്യമുള്ളവർക്ക് അവരുടെ ഒരു രേഖ ഉണ്ടാകണം. ഞാൻ ഇന്നലെ 190 പേരെ കണ്ടിട്ടുണ്ട്. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉടമ്പടി എടുത്തു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വരരുത്, കിട്ടത്തില്ല. കാര്യം ഇവിടെ 4 പുതുക്കിയവരും 3 പുതുക്കിയവരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ 4 പുതുക്കിയവർ ആദ്യം, പിന്നെ 3 പുതുക്കിയവർ, പിന്നെ 2 പുതുക്കിയവർ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ എടുക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് എമർജൻസി കേസാണ്. ചില എമർജൻസി കേസുണ്ട്. അപ്പോൾ അവിടെ രേഖ ഉണ്ടാകണം. അതിന് ആരുടെ കയ്യിലായാലും രേഖ ഉണ്ടാകണം. നിങ്ങൾ പറയുന്ന വിഷയത്തിൽ അതിന് നിങ്ങൾ പറയുന്ന സബ്ജക്റ്റ് വൈസായിട്ടുള്ള രേഖയൊക്കെ കയ്യിലുണ്ടാകണം. നമ്മൾ ഒക്ടോബർ മാസം മുതൽ നമ്മൾ ഒരു ഇൻഫർമേഷൻ ഓഫീസറിനെ വെച്ചിരിക്കുകയാണ്. അതായത് മലയാളത്തിലല്ല, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, മറ്റെല്ലാ ഭാഷകളിലുള്ള ആൾക്കാർ. ഇപ്പോൾ ഇന്നലെയൊക്കെ ജാർഖണ്ഡിൽ നിന്നൊക്കെ ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് പക്ക ഹിന്ദിയിൽ വന്ന് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് പക്ക ഹിന്ദി അറിയത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ ഓരോരുത്തരെ ഹിന്ദി അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തിയാണ് തർജ്ജമ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തിങ്കളാഴ്ച അടുത്ത ഒക്ടോബർ മാസം മുതൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഷകൾ അറിയാവുന്ന ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ഉൾപ്പെടെ. മലയാളത്തിൽ പിന്നെ കുഴപ്പമില്ല, ആരോട് ചോദിച്ചാലും ഓഫീസിൽ നിന്ന് പറയും. ഇംഗ്ലീഷ് മറ്റ് ഭാഷകളുള്ളവർ തനി മലയാളം അറിയാൻ പാലാത്ത വരുന്നുണ്ട് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അവർക്ക് വേണ്ടി, അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് വെക്കണം. ഞായറാഴ്ചത്തെ കുർബാന ഷെഡ്യൂൾ ടൈം 8:30 മണിയാണ്. ഒരു കുർബാനയേ ഉള്ളൂ. അത് 8:30 മണിക്കാണ് ഞായറാഴ്ചത്തെ കുർബാന. 10:30 മണിക്കാണ്
ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി ബാച്ച്. പിന്നെ 2:30 മണിക്കാണ് രണ്ടാമത്തെ ഉടമ്പടി ബാച്ച്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴ് ഞായറാഴ്ച വന്നിട്ടുള്ളവരെ സെക്കൻഡ് ബാച്ചിന് വരാവുന്നത് 2 മണിക്കാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരണം. ഇപ്പോൾ 2 മണിയായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2:30-ക്ക് ഭക്ഷണം കഴിച്ചിട്ട് 2:30-ക്ക് സെക്കൻഡ് ബാച്ച് കയറാവുന്നതാണ്. സമയത്തിന് 3 മണിക്ക് എടുക്കത്തില്ല. അപ്പോൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക. പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് റോഡ് ക്രോസും ചെയ്യരുത്. അഥവാ ക്രോസ് ചെയ്ത് ബൾക്കായിട്ട് പോകാവൂ. തിരിച്ചു വരുമ്പോൾ സെക്യൂരിറ്റിയുടെ സഹായത്തോടുകൂടി ബൾക്കായിട്ട് തിരിച്ചു വരണം. ഒറ്റപ്പെട്ട ഓട്ടമൊന്നും നടക്കരുത്. നമ്മളെ അച്ഛൻ ആൾക്കാരെ കാണുന്നത് മുമ്പിൽ സമയമില്ലാത്ത വിഷയമെന്നാണ് അതിൻ്റെ ഒരു നിർവചനം. നിങ്ങൾക്ക് മുമ്പിൽ സമയമില്ല, അങ്ങനെയുള്ളതാണ് എമർജൻസി എന്ന് നമ്മൾ വിളിക്കണത്. അതുകൊണ്ട് ഇപ്പോൾ പരീക്ഷ നവംബറിലാണ്. അവർ ഇപ്പോൾ വന്ന് കാണേണ്ട കാര്യമില്ല, ഒക്ടോബർ അവസാനം വന്ന് കണ്ടാൽ മതി. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് മുമ്പിൽ സമയമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ ജപ്തി നടപടിയാണ്. അപ്പോൾ അവരാണെങ്കിലും 1 മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതി ട്രൈ ചെയ്യുക. പിന്നെ അവസാനം വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് പോവുക, അമ്മയെ ഏൽപ്പിച്ചിട്ട് പോവുക. കൃപാസനത്തിൽ പ്രേക്ഷിത വേല ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ 82 81 29 75 11 നമ്പറിൽ വിളിക്കേണ്ടതാണ്. ലോകമെങ്ങുമുള്ള ആൾക്കാർക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ലൈറ്റ് ക്യാൻഡിൽ പേർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ FRVP ജോസഫ് കൃപാസന ഒഫീഷ്യൽ സൈറ്റ് www.krubasanam.com സന്ദർശിക്കുക. ലൈറ്റൊക്കെ എൻ്റെ പേർ റിക്വസ്റ്റ്. അമ്മയ്ക്ക് ഒരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി പ്രോജക്റ്റിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവരെ, അതായത് തീർത്ഥാടകർക്ക് ഇവിടെ താമസിച്ച് ധ്യാനം കൂടാൻ വേണ്ടിയുള്ള സംവിധാനമാണത്. മുറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ആ മുറികൾ ആവശ്യമുണ്ടെങ്കിൽ 5 വർഷം ഫ്രീ ആയിട്ട് കിട്ടും. മുറികൾ 1 വർഷം 4 ദിവസം വെച്ച്. അങ്ങനെ ആഗ്രഹമുള്ളവർ 94 47 69 68 15 നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. ഏറ്റവും വലിയ അറിയിപ്പ്, അതായത് ഇപ്പോഴ് ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലേക്കും, നമ്മുടെ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിൻ്റെ വ്യത്യസ്തമായ ജില്ലകളിലേക്കെല്ലാം ഉടമ്പടി അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ആൾക്കാർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത 5 പേരുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടുന്ന് 1000 മണിയുള്ള അഖണ്ഡ ജപമാല തന്നുവിടും. അപ്പം അതിൻ്റെ ഓഫീസുമായിട്ട് അത് ബന്ധപ്പെടണം. ഇപ്പോൾ ആസ്ട്രേലിയയിലേക്കും അതുപോലെ തന്നെ ന്യൂസിലൻഡിലേക്കുമൊക്കെ അതുപോലെ കുവൈറ്റിലേക്കൊക്കെ ആൾക്കാർ കൊറിയർ ഞങ്ങൾ വിട്ടിട്ടുണ്ട്. അവിടെ ആവശ്യപ്പെടാൻ പ്രകാരം നിങ്ങൾക്കും ഒരു ഉടമ്പടി എടുത്തവർക്ക് നിങ്ങളുടെ നാട്ടിലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യമുണ്ട്. ജപമാല ഇവിടുന്ന് ലഭിക്കും. മാതാവിൻ്റെ കളറുള്ള അഖണ്ഡ ജപമാല 1000 മണിയുള്ള ജപമാല ലഭിക്കും. ഓഫീസുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.